അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അമൃതയുടെയും ബാലയുടെയും അതുപോലെ എലിസബത്തിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകളാണ് അമൃതയെ പണ്ടൊക്കെ ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അമൃതയുടെ ആ ഒരു കുട്ടിയുടെ വീഡിയോ വന്നതിന് ശേഷം മുതൽ അമൃത ഉണ്ടായ സത്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അമൃതയെ തന്നെയാണ്. പണ്ടൊക്കെ കൂടുതൽ പേരും ബാലയുടെ പക്ഷത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അമൃതേനെ മനസ്സിലാക്കി അമൃതയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഈ ഒരു വാർത്തക്ക് പിന്നിൽ വേറൊരു ട്വിസ്റ്റും കൂടി നടന്നിട്ടുണ്ട്. അതായത് അമൃതയ്ക്ക് പിന്തുണയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ. നമുക്കറിയാം ഗോപി സുന്ദർ അമൃതയുടെ ലിവിങ് പാർട്ട്ണർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അവരെ ലിവിങ് പാർട്ട്ണർ ആയതിനു ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ അവരുണ്ടായിരുന്നു. ഇപ്പോൾ ഗോപി സുന്ദറിനെ വിവാഹം കഴിച്ച സമയത്ത് അമൃത ഒരുപാട് ഒരു നല്ലൊരു ലൈഫ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. ആ സമയത്ത് അമൃത വളരെ ഹാപ്പി ആയിരുന്നു. നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ തന്നെ അമൃതയുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അത്. പക്ഷെ അതും അധികകാലം നീണ്ടു നിന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ഇപ്പോൾ ഈ ബാലയുമായിട്ടുള്ള ഇൻസിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമൃതയ്ക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം അമൃതയും അതുപോലെ തന്നെ അഭിരാമിയും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ബാല ഉപദ്രവിച്ച പോലെയൊന്നും എന്തായാലും ഗോപി സുന്ദർ ചേച്ചിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഒരുപക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടായിരിക്കാം ഗോപി സുന്ദർ തിരിച്ചും അമൃതയെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയത്. ഈ ബാലയുമായുള്ള ഡിവോഴ്സിന് ശേഷം ഒരുപാട് അമൃതയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ബാല ലൈവിലായാലും വീഡിയോസിലൊക്കെ വന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോഴും അത് സ്റ്റിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഗോപി സുന്ദറുമായി ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷം ഇതുവരെ ഗോപി സുന്ദറിൻ്റെ ഭാഗത്തു നിന്നും അമൃതയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഡീഗ്രേഡ് ഒന്നും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഗോപി സുന്ദറിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ഏറ്റവും മികച്ചതും ശക്തവുമാണ്, മുന്നോട്ട് പോവുക, ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദർ ഇതിന് താഴെ ഈ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ അമൃതയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടിരുന്നു. പൊതുവെ ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്: അമൃതയ്ക്ക് സിബ്ലിങ്സ് എന്ന് പറയാൻ ബ്രദർ ആരുമില്ല, ഒരു സിസ്റ്റർ മാത്രമാണുള്ളത്. അപ്പം ചോദിക്കാൻ അങ്ങനെ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം ബാല ഇങ്ങനെ വേട്ടയാടുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അമൃത ഈ ഒരു ഇത്രയും വർഷത്തോളം അമൃത അതൊന്നും പുറത്തു പറയാതെ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചു എന്നുള്ളതാണ്. ബാലയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷവും ബാലയാണ് ആദ്യം എലിസബത്തിനെ വിവാഹം ചെയ്തത്. അതിനുശേഷവും ഏറ്റവും കൂടുതൽ ആളുകളും സപ്പോർട്ട് ചെയ്തിരുന്നത് ആദ്യ സമയത്ത് അമൃതയെ തന്നെയാണ്. പക്ഷെ എപ്പോഴൊക്കെയോ ഗോപി സുന്ദറുമായുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത്രയും അധികം നെഗറ്റീവ്സ് അമൃതക്ക് കിട്ടാൻ കാരണം. അപ്പോഴും ബാല പറഞ്ഞ കാര്യങ്ങൾ വെള്ളം തൊടാതെ വിശ്വസിച്ചിരുന്നത് കൊണ്ടാകാം ആളുകൾ അമൃതയെ ഇങ്ങനെ ബാഡ് കമൻസ് ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അമൃതയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇത് നേരത്തെ ആകായിരുന്നില്ലേ? കാരണം പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാകില്ലായിരുന്നു എന്ന്. പക്ഷേ അമൃതയുടെ സുഹൃത്തുക്കളായാലും അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയാലും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വഴി സംസാരിക്കാൻ നിന്നിരുന്ന സമയത്ത് പോലും അമൃതയാണ് ഇത് വിലക്കിയിരുന്നത്. കാരണം പേഴ്സണൽ മാറ്ററാണ്, ഫാമിലി മാറ്ററാണ്, അധികം പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളിൽ തന്നെ അങ്ങനെ സൂക്ഷിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ ഒന്നും മിണ്ടാതെ വന്ന ആ ഒരു സമയത്താണ് ബാല ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് അമൃതേനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇതുകൊണ്ട് തന്നെ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിച്ചു.